ജിയോ എയർ ഫൈബറിൻ്റെ ഒരു മാസത്തെ ഉപയോഗത്തിന് ശേഷമുള്ള ഒരു യൂസർ റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം ആർക്കൊക്കെയാണ് ഈ ജിയോ എയർ ഫൈബർ യൂസ്ഫുൾ ആകുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ഓരോരുത്തർക്കൊന്ന് അനലൈസ് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെ നമുക്കൊന്ന് ശരിക്കും നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് 60 days ഫ്രീ പ്ലാനാണ്. 2 മാസം ഫ്രീ ആണ്. ആ പ്ലാനിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. അത് 30 Mbps ആണ്. സ്പീഡ് TV സ്ട്രീം ചെയ്യാനെല്ലാം, TV-യിൽ വാച്ചിങ്ങും എല്ലാം സ്റ്റേബിളാണ്. നെറ്റ് സ്പീഡെല്ലാം വരുന്നത്, ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. 1000 GB ആണ് ലിമിറ്റ് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ജിയോയുടെ റൂട്ടർ മോഡം വരുന്നത്. നല്ലൊരു ലുക്കും കാര്യങ്ങളുമാണ് വരുന്നത് ജിയോയുടെ. ഇപ്പോൾ ഇവിടെ വരുന്ന പോർട്ട് ഒരു പവർ പോർട്ട് വരുന്നത് 12 volt 3 ampere ആണ് വരുന്നത്. ഈ ഒരു ബ്ലൂ പോർട്ട് വരുന്നത് നമ്മുടെ ആൻറ്റിനയെന്ന് ഒരു ഓഡിയോ ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ട് ജിയോ എയർ ഫൈബറിന്. ടവറിൽ നിന്ന് വരെ സിഗ്നൽ പിടിക്കുന്നത്. അപ്പം അതിൻ്റെ RJ45 പിന്നാണ് ഈ ഒരു ബ്ലൂ പോർട്ടിൽ കണക്ട് ചെയ്യുന്നത്. ഇത് ലാൻ കേബിൾ കണക്ട് ചെയ്യാനാണ്. യെല്ലോ 4 പോർട്ട് TV-യോ കമ്പ്യൂട്ടർ PC ഉണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ജിയോയുടെ റൂട്ടർ വരുന്നത്. വേറെ നമുക്ക് വരുന്നത് വെച്ചാൽ ഈ ഒരു PoE സ്വിച്ചാണിത്. PoE ഇത് ഡയറക്റ്റ് AC കണക്ട് ചെയ്യുന്നതാണ് 220 volt. അപ്പോൾ ഇതിൽ നിന്നാണ് ഒരു RJ40 കേബിൾ പോകുന്നത്. Cat 5 കേബിളാണ് വരുന്നത്. ഈ കേബിളാണ് ഓഡിയോ ഔട്ട്ഡോർ യൂണിറ്റുകളിൽ പോകുന്നത്. ആൻറ്റിനയിലോട്ട് പോകുന്നത് ഈ ഒരു കേബിളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു മോഡത്തിലോട്ട് വരുന്ന പവറിൻ്റെ കേബിളും അതോടൊപ്പം ഡേറ്റ RJ45 ഈ ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ്റെ കേബിളും ഈ ഒരു PoEയും തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മോഡത്തിലോട്ട് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു കേബിൾ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പവറിൻ്റെയും ഡാറ്റ ട്രാൻസ്മിഷൻ്റെ ഈ ഒരു RJ45 കേബിളും നമ്മുടെ ഈ മോഡത്തിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു PoEയിൽ 2 ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് പവറിൻ്റെയും ഒന്ന് സിഗ്നലിൻ്റെയാണ്. ഓൾമോസ്റ്റ് ഒരു 1.5 minute എടുക്കും ഇതൊന്ന് ഓണായി കിട്ടാൻ. വൈഫൈ നമുക്ക് കണക്റ്റ് ആവാനായിട്ട്, മൊബൈലെല്ലാം കണക്റ്റ് ആവാനായിട്ട് 1.5 minute എടുക്കും. ഓൾമോസ്റ്റ് എല്ലാ ഡിവൈസിലും ഏത് മോഡത്തിലാണെങ്കിലും ഓൾമോസ്റ്റ് ആ ടൈം തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് സെറ്റ് ടോപ്പ് ബോക്സ് ആണ്. എയർ ഫൈബറിൻ്റെ സെറ്റ് ടോപ്പ് ബോക്സ് ഇതാണ്. നമ്മൾ TVയുടെ ബാക്കിലാണ്. റിമോട്ടാണെങ്കിലും ബ്ലൂടൂത്ത് റിമോട്ട് വരുന്നതുകൊണ്ട് നമ്മൾ പിന്നിലോട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഇവിടെ ജിയോയുടെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. ഒരു ഗ്രീൻ LED ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ വരുന്ന പോർട്ട് ഒരു HDMI ഔട്ട്പുട്ട് പോർട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ലാൻ കേബിൾ കണക്ട് ചെയ്യാനായിട്ടൊരു പോർട്ടും 2 USB പോർട്ടും ഒരു പവർ പോർട്ടുമാണ് വരുന്നത്. ഇവിടെ നമുക്ക് USB-യിൽ പെൻഡ്രൈവ് കുത്താം. അതുപോലെ ക്യാമറ, കീബോർഡ് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. മൗസ് എല്ലാം ഈ ഒരു പോർട്ടിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ഒരു കാര്യം, ഇതിൽ ലാൻ കേബിൾ കണക്ട് ചെയ്യാൻ സാധിക്കും. ലാൻ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വൈഫൈയിൽ ഡിവൈസ് കണക്റ്റ് ആയിക്കോളും. അപ്പോൾ നമുക്ക് മറ്റൊരു റൂമിലാണെങ്കിലും നമുക്ക് ഈ ഒരു റൂമിൽ TV-യോ മോണിറ്ററോ ഉണ്ടെങ്കിൽ വൈഫൈ തന്നെ ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സും കണക്റ്റ് ആകുന്നതുകൊണ്ട് നമുക്ക് ലാൻ കേബിളൊന്നും വലിക്കാണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും.
അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. വൈഫൈ സെറ്റ് ടോപ്പ് ബോക്സും വൈഫൈ വരുന്നുണ്ട്. നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇപ്പം 2 മന്ത് ഫ്രീ പ്ലാനിൽ തന്നെയാണ് ഇപ്പോഴും നമുക്ക് 1 മന്ത് ആണ് ആയിട്ടുള്ളത്. ഇപ്പം ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ പറയാൻ. സ്പീഡെല്ലാം സ്റ്റേബിളാണ്. 30 Mbps ആണിപ്പം. അതിൽ നമുക്ക് ആ സ്പീഡ് കിട്ടിയ ടി വിക്ക് ആണെങ്കിലും ഒരു ലാഗിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ചില ആൻഡ്രോയിഡ് ടി വികളിലാണെങ്കിൽ പോലും നമുക്ക് ചെറിയൊരു ലാഗ് കാര്യങ്ങൾ നമുക്ക് ഈ ഇൻ്റർഫേസിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സ് അങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എല്ലാം സ്പീഡ് തന്നെയാണ് കാര്യങ്ങളെല്ലാം. ആപ്ലിക്കേഷൻസ് ആണെങ്കിലും എല്ലാം എടുക്കുന്നു. അപ്പം ഇത് നമുക്ക് ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ടി വി അല്ല, നോർമൽ ടി വി, നോർമൽ LED ടി വിയോ LCD ടി വിയോ അല്ലെങ്കിൽ മോണിറ്ററോ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ജിയോ എയർ ഫൈബർ എന്ന് പറഞ്ഞാൽ വാല്യുബിൾ തന്നെയാണ്. കാരണം നമുക്ക് ഡയറക്റ്റായിട്ടൊരു വോയിസ് കിട്ടുന്നുണ്ട് സെറ്റ് ടോപ്പ് ബോക്സിൽ തന്നെ. ഇത് ആൻഡ്രോയിഡ് വോയിസ് അല്ല വരുന്നത്, ജിയോയുടെ തന്നെ ചെല്ലി വോയിസ് ആണ് വരുന്നത്. അപ്പം പ്ലേ സ്റ്റോർ വരുന്നില്ല, അതിന് പകരം ജിയോ സ്റ്റോറാണ് വരുന്നത് ഇവിടെ. അതിലും ബേസിക് ആയിട്ടുള്ള മിനിമം ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട്. ഈ ഒരു കാണിച്ചേക്കുന്ന ആപ്ലിക്കേഷൻസൊക്കെയാണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ബ്ലോട്ട്വെയർ പോലെയാണ് ആപ്ലിക്കേഷൻസ് എല്ലാം. യൂട്യൂബ്, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, C5, സോണി, സൺ NX, ജിയോ ജോയിൻ ഇതിലാണ് നമുക്ക് കുറച്ച് ബഗ്സ് എററൊക്കെ കാണിക്കുന്നൊരു ഇത്. ജിയോ ജോയിൻ നമുക്കറിയാം, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വീഡിയോ കോൾ എങ്ങനെയാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 4G ഫോണിൽ ജിയോ ജോയിൻ നമുക്ക് ഒരേ സമയം 6 ഡിവൈസിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതിൽ നമ്മളിപ്പം 4G ഫോണിൽ യൂസ് ചെയ്യുന്ന സമയത്താണ് പല സമയത്തും നമുക്കതൊരു കണക്ഷൻ കിട്ടുന്നില്ല, എറർ കാണിക്കുന്നുണ്ട്. ഫൈബർ നെറ്റ്വർക്കായിട്ട് കണക്റ്റ് ആയിട്ടില്ലെന്നാണ് കാണിക്കുന്നത്. പല സമയത്തും ഡെയിലി ഒരു 3-4 തവണ എടുക്കുമ്പോൾ അങ്ങനെ കാണിക്കുന്നുണ്ട്. ആപ്പ് ഒന്നും കൂടെ ക്ലോസ് ചെയ്ത് പിന്നെ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെയാണ് ആകുന്നത്. ചില സമയങ്ങളിൽ ആകുന്നുമില്ല, നെക്സ്റ്റ് ഡേ ഒക്കെയാണ് 4G ഫോണിൽ. എന്നാൽ 5G ഫോണിലാണെങ്കിൽ നമുക്കത് എപ്പോഴും കിട്ടുന്നുണ്ട്, ആക്റ്റീവാണ്. അതിൽ ഇതുവരെ അങ്ങനെ എററൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് നമ്മളൊന്ന് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് ജിയോയിൽ വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്ത് അവർ പറഞ്ഞത് ജിയോ നമ്മുടെ ഏരിയയിൽ ജിയോ ജോയിൻ അവൈലബിൾ ആയിട്ടില്ല എന്നാണ്. അതായത് ഇപ്പം മുംബൈയിലും കൊൽക്കത്തയിലുമാണ് ജിയോ ജോയിൻ ഇപ്പം കറൻ്റ്ലി ആക്സസിബിൾ എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇവിടെ ഫുള്ളി റെഡി ആയിട്ടില്ലെന്നാണ് അവരിപ്പം അവരുടെ കസ്റ്റമർ സൈഡിൽ നിന്ന് അവർ പറയുന്നത്. അപ്പോൾ 5G ഫോണുകളിൽ മാത്രമാണ് ജിയോ ജോയിൻ നമുക്ക് കറക്റ്റായിട്ട് കോളിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വരുന്ന ഒരു നോൺ ആൻഡ്രോയിഡ് ടി വി ഉള്ളവർക്കാണ്. അവർക്കെന്ന് പറയുമ്പം ഒരു ആൻഡ്രോയിഡ് പോലെ ഒരു ഇൻ്റർഫേസ് കിട്ടുന്നുണ്ട്, സ്മാർട്ട് ടി വി ആകുന്നു അന്നേരം തന്നെ. അപ്പോൾ ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ആക്സസിബിൾ ആകുന്നു ടി വിയെ തന്നെ. ഇപ്പം മറ്റേതൊരു ബ്രോഡ്ബാൻഡ് എടുത്താലും കേരള വിഷനോ എല്ലാം എടുത്താലും ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സ് കാര്യങ്ങൾ വരുന്നില്ല. ഇപ്പോൾ എയർടെല്ലിൽ വരുന്നുണ്ട്, എയർടെൽ എക്സ്ട്രീം കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം കേരള വിഷനോ BSNL അങ്ങനെയുള്ള ഒന്നും ഈ ഒരു ടി വിയും കൂടെ കിട്ടുന്നില്ല ഇങ്ങനെ ആൻഡ്രോയിഡ് ടി വി അല്ലാത്തവർക്ക്. ആൻഡ്രോയിഡ് ടി വി ആണെങ്കിൽ അവർക്ക് നമുക്ക് ലാനായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും, ചാനൽസ് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ആൻഡ്രോയിഡ് അല്ലാത്തവർക്കാണെങ്കിൽ ജിയോ എയർ ഫൈബറിൻ്റെ ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സും കാര്യങ്ങളും എല്ലാം നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൽ നമ്മൾ ഇപ്പം നമുക്ക് 30 Mbps ആണ് കിട്ടുന്നത്. അതിൽ നമുക്ക് സ്പീഡ് അതേ സ്പീഡ് തന്നെ കിട്ടുന്നുണ്ട്, സ്റ്റേബിൾ സ്പീഡ് തന്നെയാണ് വരുന്നത്. ഇവിടെ ജിയോ നെറ്റ് വെലോസിറ്റിയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ
30 Mbps തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിലങ്ങനെ സ്പീഡ് റിലീസ് ഒന്നും അങ്ങനെ ആയി കാണുന്നില്ല. ഇതാണ് നമുക്ക് ഈ ഒരു ജിയോയുടെ തന്നെ ഒരു ഇൻ്റർഫേസാണ് അതിൽ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത്. ഇപ്പോൾ മറ്റൊരു സൈറ്റ് നോക്കുകയാണെങ്കിലും ജിയോസ്ഫിയർ എന്ന് പറയുന്നതാണ് ബ്രൗസർ ഇതിൽ വരുന്നത്. ഫാസ്റ്റിൽ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ MBPS തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഗൂഗിളിൻ്റെ സ്പീഡ് ടെസ്റ്റിലാണെങ്കിലും ഇവിടെ 24 MB, 27 MB എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്കെന്നാലും അങ്ങനെ ലാഗോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു 1 മന്തിനിടയിൽ മോസ്റ്റ്ലി ഒരു 6 തവണ വന്നിട്ടുണ്ടാകും. അതായത് TV ചാനൽസ് മാറ്റുന്ന സമയത്ത് ഒരു 1 സെക്കൻഡൊക്കെ ഒരു ലോഡിങ് താമസം പോലെ കാണിക്കാറുണ്ട്. അപ്പം ഒരു 2 സെക്കൻഡ് അതിൻ്റെ ചാനലിൻ്റെ ലോഗോ കാണിച്ചതിന് ശേഷം നെക്സ്റ്റ് അഡ്വർടൈസ്മെൻ്റ് ആണ് വരുന്നത്. അത് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 5-10-15 സെക്കൻഡിൻ്റെ ഒക്കെ അഡ്വർടൈസ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിന് ശേഷം ചാനൽസ് പ്ലേ ആകുന്നുണ്ട്. അപ്പം എൻ്റെ പല മറ്റ് ജിയോ ഫൈബർ ഞാൻ എടുത്തെടുത്ത് അന്വേഷിച്ചപ്പോഴും അവിടെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു മാക്സിമം ഒരു 10 തവണയാണ് ഈ ഒരു മാസത്തിന് ഇടയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് സെർട്ടൈൻ ചാനൽസിൽ മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. കൂടുതലും റിപ്പോർട്ടർ ചാനൽ, മാതൃഭൂമി ചാനൽ ഒക്കെ എടുത്തപ്പോൾ മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. മാക്സിമം ഒരു 10 ടൈംസേ വന്നിട്ടുള്ളൂ. ഒരു 10 സെക്കൻഡിൽ അന്നേരം ഒരു അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെ ചാനലിൽ ലോഡാകാൻ താമസം പറ്റുന്ന സമയത്ത് ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്ലേ ആയി. അപ്പം പലയിടത്തും ഞാൻ കേട്ടു ഇങ്ങനെ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ടെന്ന് സെറ്റ് ഓഫ് ബോക്സ് ഓൺ ആക്കുമ്പോൾ തന്നെ. അപ്പം അതിനർത്ഥം സിഗ്നൽ കറക്റ്റായിട്ട് കിട്ടാത്തതാണ്, റേഞ്ച് കറക്റ്റായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒത്തിരി അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു 300 മീറ്ററിനുള്ളിൽ തന്നെ ജിയോയുടെ തന്നെ ടവറോ കാര്യങ്ങളോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്പീഡ് കാര്യങ്ങളെല്ലാം കിട്ടുന്നു. അതിന് ഡിലേ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെ വരുന്നില്ല. ഈ ഒരു 10 തവണ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ സ്റ്റക്കാകുമ്പോൾ ചില ചാനൽസിൻ്റെ ടൈമിൽ മാത്രമേ ഉള്ളൂ. വേറെ നമുക്ക് OTTയിലാണെങ്കിലും അങ്ങനെയൊന്നും ഒരു ലാഗോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ. TV ചാനൽസ് ആണെങ്കിലും ഒരു 1000+ ചാനൽസ് നമുക്ക് വരുന്നുണ്ട്. അതിൽ സ്ട്രൈക്ക് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ചാനൽസ് ഒന്നും പ്ലേ ചെയ്യുന്നില്ല. പിന്നെ നമുക്കിവിടെ ഈ ഒരു 30 Mbpsൻ്റെ പ്ലാന് വരുന്നത് ഒരു 707 രൂപയാണ്, ഇൻക്ലൂഡിങ് ടാക്സ് വരുന്നത്. ഈ ഒരു സെറ്റ് ഓഫ് ബോക്സ് ഉൾപ്പെടെ എല്ലാം ചാനൽസ്, OTT അതിൻ്റെ ഡാറ്റ കണക്ഷൻ കൂടെ നമുക്ക് 707 രൂപയാണ് പെർ മന്ത് വരുന്നത്. അപ്പോൾ അത് മറ്റേതൊരു ബ്രോഡ്ബാൻഡ് വെച്ച് നോക്കുമ്പോഴും അല്പം കൂടുതലാണ്. അതിൻ്റെ മറ്റൊരു ഇതിനും ഇത്രയൊരു വരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് അത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതിപ്പം ഒരു ആൻഡ്രോയിഡ് TV അല്ല, നോൺ ആൻഡ്രോയിഡ് TV ആണ് വരുന്നത്. അങ്ങനെ വരുന്നവരാണെങ്കിൽ അവർക്ക് തീർത്തും അഡ്വാൻറ്റേജാണ്. ഒരു 100 രൂപ 150 രൂപ കൂടുതൽ വരുമ്പോഴാണെങ്കിലും അതൊരു ഇയർലി വെച്ച് നോക്കുമ്പോൾ 2000 രൂപ മാക്സിമം വരുന്നുള്ളൂ. അത് കൂടിയ 6 മന്ത് പ്ലാനോ അല്ലെങ്കിൽ 12 മന്ത് പ്ലാനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതും ബെനിഫിറ്റാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്കൊരു TV പുതിയൊരു മിനിമം ഒരു 10,000 റുപ്പീസ് ആവും ഒരു ആൻഡ്രോയിഡ് TV വാങ്ങാനായിട്ട്. അവിടെ നമുക്ക് സേവിങ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ
ഈ വരുന്ന എമൗണ്ട് നമുക്ക് ഒരു ഹെവി ബേർഡൻ അല്ല. അതാണ് ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. പിന്നെ ഒരു 300 മീറ്ററിനുള്ളിൽ ടവർ വരണം, എങ്കിലാണ് നല്ല സ്പീഡോ കാര്യങ്ങൾ ഡിലേ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടുള്ളൂ. ഇതാണ്. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ബ്രോഡ്ബാൻഡ് കണക്ഷൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണെങ്കിൽ അവിടെ ഇതുപോലെ ജിയോയുടെ ടവറും അടുത്ത് വേണം. അത് ഇപ്പം ഒത്തിരി കേബിൾ വലിക്കാൻ ഒത്തിരി മീറ്ററുണ്ട്, കണക്ഷൻ കിട്ടാൻ നമുക്ക് ഒത്തിരി എക്സ്പെൻസ് ആവുന്നുണ്ട് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ജിയോയുടെ എയർ ഫൈബർ എടുക്കാം. നമുക്ക് ഇനീഷ്യൽ എക്സ്പെൻസ് അങ്ങനെ വരുന്നില്ല. 1200 ആണ് ഇപ്പോൾ വരുന്നത്. അത് നമുക്ക് 2 മന്ത് പ്ലാൻ വരുന്നുണ്ട്, 60 ദിവസത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മറ്റേതൊരു കണക്ഷൻ എടുക്കുന്നതിനെക്കാട്ടിലും ബെനിഫിറ്റാണ്. അതിനൊക്കെ പേയ്മെൻറ്റ് കാര്യങ്ങളുണ്ട്. കേബിൾ വലിക്കുന്നതായിട്ട് ഇൻസ്റ്റലേഷൻ അങ്ങനെ ചാർജസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു റേഞ്ചും സിഗ്നലും നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ജിയോ എയർ ഫൈബർ ബെനിഫിറ്റബിളാണ്. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് ഡിവൈസ് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ സെറ്റ് ബോക്സ് ആണെങ്കിലും വൈഫൈ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ലാൻ കേബിൾ വഴി കണക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ സിഗ്നൽ സ്ട്രെങ്ത് എക്സലൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു മൊബൈൽ റിമോട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. മൊബൈലിലെ ആപ്ലിക്കേഷൻ ജിയോ ഹോം വഴി നമുക്ക് റിമോട്ട് ബ്ലൂടൂത്ത് വഴിയാണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബ്ലൂടൂത്ത് നമുക്കിവിടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും, ടി വി യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ടി വിയിലാണെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് തന്നെയാണ്. സാധാരണ നോർമൽ LCD അല്ലെങ്കിൽ LED TV ഉള്ളവരാണെങ്കിൽ നമ്മളൊരു സ്മാർട്ട് ടി വിയിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ് ഈ ഒരു സെറ്റ് ബോക്സിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഇതിനൊന്നും നമുക്ക് വേറെ പേയ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നില്ല. എല്ലാത്തിനും കൂടെയാണ് ഈ ഒരു മോഡം സെറ്റ് ബോക്സ് എല്ലാത്തിനും കൂടെയാണ് നമുക്ക് 1200 വരുന്നത്. വേറെ ഇതിൽ ജിയോ ഗെയിംസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഇവിടെ ഞാൻ നോക്കിയിട്ട് ഇവിടെ എല്ലാം സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട ഗെയിംസാണ് കൂടുതലും. നല്ല ഗെയിംസ് അതിൻ്റെ തമ്മിൽ കാണിച്ചിട്ട് വരുന്നത്. പിന്നെയുള്ള ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗെയിംസ് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇത് നമുക്ക് പഴയൊരു ഫ്ലാഷ് ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ PC-ലൊക്കെ യൂസ് ചെയ്യുന്ന, അപ്പം അതുപോലെയാണ് ഈ ഒരു ഗെയിംസ് കാര്യങ്ങളെല്ലാം. എങ്കിലും അത്ര ലോ ക്വാളിറ്റി അല്ല, കൊള്ളാവുന്ന ഗെയിംസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം TV-യിൽ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഗെയിംസ് ഇതൊക്കെയാണ് ഗെയിംസ് കാര്യങ്ങൾ. ഇതെല്ലാം നമുക്ക് കളിക്കാവുന്ന ഗെയിംസാണ്, പ്ലേ ചെയ്യാവുന്ന ഗെയിംസാണ് ഇതെല്ലാം. വീട്ടിൽ കുട്ടികളോ കാര്യങ്ങളോ എല്ലാം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിംസാണ് ഇതെല്ലാം നമുക്ക് പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ സെറ്റ് ബോക്സ് ആണെങ്കിലും എനിക്കൊന്ന് 8 GB റാമും അതുപോലെ 52 GB ഇൻറ്റേർണൽ മെമ്മറിയും വരുന്നുണ്ട് ഈ സെറ്റ് ബോക്സിൻ്റെ കൂടെ തന്നെ. നമ്മൾ ഡൗൺലോഡ് എല്ലാം ചെയ്യുന്നത് ഈ മെമ്മറിയിലോട്ടാണ് വരുന്നത്. അതിൽ നമുക്ക് ഇത് ഇവിടെ തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം. ജിയോ സ്ഫിയർ ബ്രൗസറാണ് വരുന്നത്, ഗൂഗിൾ ക്രോം കാര്യങ്ങളൊന്നും വരുന്നില്ല. ജിയോ സ്ഫിയർ വരുന്നുണ്ട്, ബ്രൗസർ വരുന്നത്. ജിയോയുടെ ഒരു ആപ്പും വരും. ഇതൊക്കെയാണ് മെയിൻ ഇതിൽ ജിയോ സ്റ്റോറിൽ വരുന്ന ആപ്ലിക്കേഷൻസ്, മെയിനായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ഇതൊക്കെ തന്നെയാണ്. ഇവിടെ പിന്നെ നമുക്ക് ജിയോ PC ഉണ്ട്. ജിയോ PC ഇത് നമുക്കൊരു 1 മന്ത് ഫ്രീ ട്രയൽ കിടപ്പുണ്ട്. പക്ഷേ
ഇവിടെ നമ്മൾ മൗസ് കണക്ട് ചെയ്തിട്ടുണ്ട്, അത് കീബോർഡും കൂടെ കണക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ, അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 1 മന്ത് ഫ്രീ ട്രയൽ എന്ന് പറഞ്ഞ് കിടക്കേണ്ടതെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഇവിടെ കീബോർഡ് നോട്ട് കണക്റ്റഡ് ആണ് കാണിക്കുന്നത്. അത് 600 റുപ്പീസ് വെച്ച് മന്ത്ലി പേയ്മെൻറ്റും വരുന്നതാണ്. അതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച തന്നെ അപ്പം മെയിൻ ഹാളിൽ വീട്ടിൽ ഈ മോഡം വെക്കുന്നിടത്ത്, സെറ്റ് ബോക്സ് വെക്കുന്നിടത്ത് ഈ ഒരു മോഡം വെക്കുന്ന സമയത്ത് നമുക്ക് ടി വി ലാൻ കേബിൾ വഴിയാണ് കണക്ട് ചെയ്യുന്നതെങ്കിലും സെറ്റ് ബോക്സ് നമുക്ക് വൈഫൈയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു മുറിയിൽ ഇപ്പം ഈ മോണിറ്ററുണ്ട്, ടി വി മോണിറ്ററോ അല്ലെങ്കിൽ PC മോണിറ്ററോ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ബോക്സ് വൈഫൈ തന്നെ നമുക്ക് നെറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു റൂംസിലുണ്ടെങ്കിലും അവിടെ നമുക്ക് സെറ്റ് ബോക്സ് കണക്ട് ചെയ്ത് ടി വി കാണാനും ആക്സസ് ചെയ്യാനെല്ലാം പറ്റും. സ്മാർട്ട് TV ആയിട്ട് തന്നെ നമുക്ക് OTT എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതൊരു ബെനിഫിറ്റ് തന്നെയാണ് വൈഫൈയിൽ കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പം ഈ ഒരു ജിയോ എയർ ഫൈബറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കിട്ടാൻ ഡിഫിക്കൽട്ടുള്ള ഏരിയസിലാണെങ്കിൽ ഈ ഒരു സിഗ്നലും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് എയർ ഫൈബർ എന്ന് പറയുന്നത്. അതുപോലെ ടി വി, സാധാ TV, നോൺ ആൻഡ്രോയിഡ് TV ആണെങ്കിൽ അതെല്ലാം നമുക്ക് അവിടെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ സെറ്റ് ബോക്സും കാര്യങ്ങളും എല്ലാം വരുന്നത്. സ്മാർട്ട് TV ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സിഗ്നൽ ഉള്ള ഏരിയ മാത്രമേ നമ്മൾ ഈ കണക്ഷൻ എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കത് ഒത്തിരി ഡിലേയും നമുക്കതിൽ ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഈ ചാനൽസ് എടുക്കുന്ന സമയത്തൊക്കെ ലാഗി വരുമ്പം അഡ്വർടൈസ്മെൻറ്റ് പ്ലേ ചെയ്യും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതാണ് മറ്റൊരു സ്ഥലങ്ങളിൽ ഞാനത് കണ്ട് എൻ്റെ ഒരു ഫ്രണ്ട്സ് വഴി പറഞ്ഞു TV ഓണാക്കുമ്പോൾ തന്നെ അതൊരു അഡ്വർടൈസ്മെൻറ്റ് കുറേ പ്ലേ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ അത് സിഗ്നൽ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അവിടെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പം അതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഇതിൻ്റെ സർവീസ് ടീമും സിഗ്നലെല്ലാം നോക്കിയിട്ടാണ് അത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ജിയോ F5 കണക്ഷൻ എടുക്കാൻ പോകുന്ന ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.